പ്രതിഷേധം തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഈ തിരുപ്പുറംകുன்றത്തെ മലമുകളിൽ ക്ഷേത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകൾ അവകാശപ്പെടുന്ന തരത്തിലൊരു സിക്കന്ദർ ബാദുഷാ ദർഗ, ഈ ദർഗയ്ക്ക് സമീപമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും ഈ ഭക്തരെ തടഞ്ഞത്. അതായത് ഈ മലമുകളിലുള്ള ദീപത്തൂണിൽ കാർത്തികയ്ക്ക് ദീപം തെളിയിക്കുക എന്നുള്ളത് സാധാരണയായുള്ള ഒരു ആചാരം തന്നെയാണ്. അത് തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദീപം തെളിയിക്കുക എന്നുള്ളത് വലിയ തരത്തിൽ ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമയുദ്ധം ഭക്തർ ഏറെക്കാലമായി നടത്തുന്നുണ്ടായിരുന്നു. ഈ മലമുകളിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ ഭൂമിയൊക്കെ കൈയടക്കി വെച്ചപ്പോൾ അതിന് സമീപത്തായി തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആവശ്യം അത് ഹൈക്കോടതി വരെ സമീപിച്ചിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിലടക്കം ഈ സമർപ്പിച്ചിരുന്ന 3-ലധികം ഹർജികൾ കോടതി അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായും ഭക്തർക്ക് അനുകൂലമായ രീതിയിലാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ തന്നെ ഈ കാർത്തിക നാളിൽ, അതായത് ഭക്തരെല്ലാം തന്നെ വലിയ സന്തോഷത്തിൽ അവിടേക്ക് ഈ ദീപം കത്തിക്കുവാനായി എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടം അടക്കം, അതായത് ഈ DMK സർക്കാരും ജില്ലാ ഭരണകൂടവും ചേർന്നുകൊണ്ട് അവിടെ ഭക്തരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ 144 പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തന്നെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് ഭക്തർ കടക്കുകയായിരുന്നു. തുടർന്ന് ഭജനയടക്കം ഹിന്ദു മുന്നണിയുടെയും അതോടൊപ്പം തന്നെ BJP-യുടെയും ഒക്കെ മുതിർന്ന നേതാക്കൾ എത്തുകയും പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭക്തർ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മലയെപ്പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് സിക്കന്ദർ ബാദുഷായുടെ ദർഗ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലം, പക്ഷേ അവിടെയല്ല ചരിത്രപരമായി സിക്കന്ദർ ബാദുഷായുടെ ശരീരം ഉള്ളത്, അല്ലെങ്കിൽ അവിടെയല്ല സംസ്കരിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള രേഖകൾ അത് കോടതിയിലുണ്ട്. എന്നാലും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ഥലം അവർ കൈയാക്കി വെച്ചിട്ടുണ്ട്. അതിന് സമീപത്തായി ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും പാടില്ല എന്നുള്ള ഒരു അവകാശവാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. എന്നാൽ പിന്നീട്, അതായത് ഒരു മുരുകക്ഷേത്രം അതിലുണ്ട്, ആ മലയിൽ തന്നെയുണ്ട്. അതിന് സമീപമായി തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. അത്തരത്തിൽ ക്ഷേത്രങ്ങളെല്ലാം കൂടിയുള്ളുന്ന ഹൈന്ദവ ആചാരപ്രകാരം ഭക്തജനങ്ങൾ എത്തി ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിവരുന്ന ആ ക്ഷേത്രത്തിന് സമീപത്തോട് തന്നെ അവിടെ മത്സ്യമാംസാദികൾ അടക്കം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധാർഹമായി ആടിനെ അടക്കം കൊണ്ടുവന്ന് അവിടെ മറ്റു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അവിടെ ഒരു കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അവിടെയുള്ള ഭക്തർ എതിർത്ത് നിന്നു എന്നുള്ളതാണ്. നമ്മൾ അന്ന് ഈ ജനൻ TV-യുടെ നേതൃത്വത്തിൽ അവിടെ എത്തി കൃത്യമായും അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള ഭക്തരെല്ലാം പറഞ്ഞത് അത് തന്നെയാണ്.